വിനീഷ്യസ് ജൂനിയറും ബാലൻഡിയോറും തമ്മിലുള്ള സംസാരം. എന്ന് ബാലൻഡിയോറിൻ്റെ കഴിഞ്ഞ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞോ, റോഡ്രിക്ക് ബാലൻഡിയോർ കിട്ടിയോ അന്ന് മുതൽ തുടങ്ങിയതാണ്. അതിൻ്റെ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നായിട്ട് അപ്ഡേഷനുകൾ വരുന്നത്. പല താരങ്ങളും, റിട്ടയർ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ പുതുമുഖ താരങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് വിനീഷ്യസിനെ സപ്പോർട്ട് ചെയ്തിട്ടും എതിർത്തിട്ടൊക്കെ മുന്നിട്ട് വന്നു. അവസാനമായിട്ട് കാർലോസ് ഏഞ്ചലോട്ടി തന്നെ പറഞ്ഞു, ഞങ്ങൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ചത് ഞങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം വിനീഷ്യസിന് അർഹതപ്പെട്ടതായിരുന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ റോഡ്രിക്ക് എതിരൊന്നല്ല എന്ന് ഏഞ്ചലോട്ടി പറഞ്ഞു. അതുപോലെ തന്നെ പെപ്പ് ഗാർഡിയോള പറഞ്ഞു, മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് മത്സരത്തിന് മുന്നേ വിനീഷ്യസ് ജൂനിയർ ബാലൻഡിയോർ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ പല കോണുകളിൽ നിന്നും ഇതിൻ്റേതായിട്ടുള്ള സംസാരം പോയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ജെറാർഡ് പിക്വെ വന്നിട്ട് വിനീഷ്യസിൻ്റെ ആ ഒരു സംഭവമായിട്ട് ബാലൻഡിയോറുമായിട്ടുള്ള സംസാരിച്ചിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ ഭാവിയിൽ ബാലൻഡിയോർ നേടും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പിക്വയുടെ അഭിപ്രായമാണ് വിനീഷ്യസ് ജൂനിയർ ഭാവിയിൽ എന്തായാലും ബാലൻഡിയോർ നേടും എന്ന് തന്നെയാണ് കരുതുന്നത് ജെറാർഡ് പിക്വെ. ഏതായാലും നമുക്കെന്നെ അറിയാം, വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ കളത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ബാലൻഡിയോർ അദ്ദേഹത്തെ തേടി വരും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. കാരണം കളത്തിൽ അദ്ദേഹം മികച്ചതാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഒരു പക്ഷേ അദ്ദേഹം ഒരു പിടി മുന്നിലാണ്. ലീഗിൽ കുറച്ച് മോശം പ്രകടനമാണ്, അദ്ദേഹം ഗോളുകളൊക്കെ അടിക്കുന്നതിന് കാര്യത്തിലൊക്കെ. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരമായിട്ട് ലയണൽ മെസ്സിയെ അദ്ദേഹം മറികടന്നു സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ. അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം വേറെ ലെവലാണ്. അദ്ദേഹം കളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ റയലിന് അതിൽ ഒന്നൊന്നര വിശ്വാസം കൂടിയാണ്. ഇനി ഏതായാലും ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കൂടി ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ, അദ്ദേഹം നേടേണ്ട കുറച്ച് കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബാലൻഡിയോർ നേടാൻ ഇനിയും കരിയർ ബാക്കിയുണ്ടല്ലോ. തളർന്നു പോകാനൊന്നും സമയമായിട്ടില്ല. കരിയർ ഒരുപാട് നിരന്ന് കിടക്കുകയാണ്. റയലിൽ തന്നെ തുടരും. റയലിൽ ഒരുപാട് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തിൻ്റെ ആരാധന പാത്രം. റയലിൽ റൊണാൾഡോ നേടിയതിനെക്കാട്ടിലും ട്രോഫികൾ അദ്ദേഹത്തിന് നേടണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. PSG പോകും, അല്ലെങ്കിൽ സൗദി പ്രോ ലീഗിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വമ്പൻ ഓഫറുകളൊക്കെ ഉണ്ട് എന്നുള്ള അപ്ഡേഷനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് അതിനെതിരെയൊക്കെ പ്രതികരിച്ചു. സിറ്റിയുമായിട്ടുള്ള മത്സരത്തിന് ശേഷം എനിക്ക് ഇവിടെ തന്നെ തുടരണം, ട്രോഫികൾ നേടണം എന്ന്. അപ്പോൾ ഏതായാലും റയലിൽ തന്നെ തുടരും, കരാർ പുതുക്കും എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം നേടും ബാലൻഡിയോർ. ജെറാർഡ് പിക്വെ പറഞ്ഞ മാതിരി തന്നെ വർഷങ്ങളിലൊക്കെ അദ്ദേഹം നേടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് വിനീഷ്യസ് ജൂനിയർ കടന്നു പോകുന്നത് അല്ലേ.